ആവർത്തിച്ചുണ്ടാകുന്ന ചോദ്യപേപ്പർ ചോർച്ച എന്നത് നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ രംഗത്തിന് ഒരു ദുസ്സൂചനയാണ് നൽകുന്നത് എന്ന കാര്യത്തിൽ ഒരു തർക്കവും രാഷ്ട്രീയതരമായിട്ട് ആർക്കും തന്നെ ഉണ്ടാകേണ്ടതില്ല. കാര്യമായിട്ടുള്ള പരിഷ്കാരങ്ങൾ നീറ്റ് നടത്തിപ്പിൽ ഉണ്ടാകേണ്ടതായിട്ടുണ്ട്. അതിൽ വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും ഒരേപോലെ കോൺഫിഡൻസ് ഉണ്ടാകേണ്ടതുണ്ട്. ഇത് ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളുടെ ഭാവിയെ ബാധിക്കുന്ന പ്രശ്നമാണ്, അവരുടെ മാനസിക ആരോഗ്യത്തിനെ കൂടി ബാധിക്കുന്ന ഒരു വിഷയമാണ് എന്ന രീതിയിലത്തേക്ക് ഈ പ്രശ്നം മാറിയിട്ടുണ്ട് എന്ന് നമുക്ക് നിനക്കറിയാം. കാര്യമായിട്ട് അത് ഡിസർവ് ചെയ്യുന്ന മെറിറ്റിൽ അതിനെ അഡ്രസ് ചെയ്യാവുന്ന തരത്തിലുള്ള ഒരു മിനിസ്റ്റീരിയൽ അക്കൗണ്ടബിലിറ്റി ധർമ്മേന്ദ്ര പ്രധാന്റെ മിനിസ്ട്രിയിൽ നിന്ന് കാണുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അത് കണ്ടിരുന്നുവെങ്കിൽ അതിന് വേണ്ടുന്ന രീതിയിലത്തേക്കുള്ള നടപടിയെടുക്കാൻ കേന്ദ്ര സർക്കാർ തയ്യാറായിരുന്നുവെങ്കിൽ ഈ സമരത്തിനെ ഒഴിവാക്കാമായിരുന്നു. ഇപ്പോൾ ഒരു തവണയാണ് ഈ പ്രശ്നം ഉണ്ടാകുന്നത് എങ്കിൽ എവിടെയോ ലാപ്സസ് ഉണ്ടായിട്ടുണ്ട്, അത് ഫിക്സ് ചെയ്യണം എന്ന രീതിയിലത്തേക്ക് മനസ്സിലാക്കാം. പക്ഷെ ഇത് ആവർത്തിച്ച് പലതരം മത്സര പരീക്ഷകളിൽ ഇതേ പ്രശ്നം രാജ്യത്തിന്റെ പല ഭാഗത്തുണ്ടാകുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വിരൽ ചൂണ്ടുന്നത് ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ ഫെയിലുവർ ഈ കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്നാണ്. അത്